ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. கொஞ்சம் அங்கே பாரு கண்ணா. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ്. നമ്മൾ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഇവിടെയൊക്കെ നീര്. സോ ഗൈസ്, ഇന്നലെ ഞങ്ങളുടെ റിസപ്ഷൻ ആയിരുന്നു. ആക്ച്വലി റിസപ്ഷൻ വ്ളോഗിൻ്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കുറച്ച് വെപ്രാളമൊക്കെ ആയിപ്പോയി, വെപ്രാളേശായിപ്പോയി. പെട്ടെന്ന് ഒരുങ്ങി ഫോട്ടോ എടുത്തൊക്കെ വരാനുള്ള വെപ്രാളത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. റിസപ്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. എൻ്റെ പൊന്നു ഭയങ്കര കിടിലായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു. അതാണ് ഈ കണ്ടങ്ങനെയാണ് ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് എല്ലാവരും കൂടെ ഇവിടെ വന്ന് കാർത്തികേനും എല്ലാവരും ഉണ്ടായിരുന്നു. ഷാരു, നന്ദുചേനും, അഭിചേനും, കണ്ണൻചേനും, നന്ദുചേനും എല്ലാവരും, ആളുവിൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും, ഗോപിക, മീനാക്ഷി എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഉറങ്ങിയപ്പം 4 മണി പാട്ട് പാടി ഞങ്ങൾ ഉറങ്ങിയപ്പം 4 മണി. എന്നിട്ടൊരു 11 മണിയൊക്കെ എണീറ്റ് അവരൊക്കെ പോയി. കാരണം അവർക്ക് 10:30 ആയിരുന്നു ട്രെയിൻ. അവരെല്ലാവരും പോയി. ഞങ്ങളൊന്ന് ഉറക്കം എണീറ്റ് വരാൻ. എന്നിട്ടും ആ ഉറക്കം ഇതായില്ല. എന്നിട്ടിപ്പം ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച്, ചോറൊക്കെ കഴിച്ച്, ഇനിയിപ്പം ഞാൻ ഒരു ചായ കുടിക്കും. അങ്ങനെയൊന്നും ശരി, എന്തിനാ കുറച്ച് റെഡ് ബുൾ കൂടെ കുടിച്ച് നോക്കി, ഒന്ന് അവർക്ക് ക്ഷീണം മാറാൻ വേണ്ടി. സോ ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകണം ഞങ്ങളുടെ റിസപ്ഷൻ വ്ളോഗാണ്. നമ്മൾ ഓൾറെഡി കല്യാണത്തിന് നമ്മൾ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഞങ്ങളുടെ 2 ഫാമിലി മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെ വിളിക്കാൻ പറ്റിയില്ല. സോ നമ്മൾ വിട്ടുപോയെന്നല്ല, വിളിക്കാൻ എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ, എനിക്ക് കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ആൻഡ് നമ്മുടെ കുറച്ച് നെയ്ബേഴ്സ് അങ്ങനെ വെച്ചിട്ടൊരു ചെറിയ ഒരു റിസപ്ഷൻ പരിപാടിയായിരുന്നു. സോ ഗൈസ്, അപ്പം നിങ്ങൾ വ്ലോഗ് പോയി കണ്ടു നോക്ക്. അപ്പം ഡ്രസ്സൊക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറ. ഓൾറെഡി എനിക്ക് ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ഇട്ട് പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നൊക്കെ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ റിസപ്ഷൻ വ്ലോഗിലോട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആൻഡ് ഞാൻ ഓൾറെഡി ഹെയർ അവർ സെറ്റ് ചെയ്തതിന് എനിക്കിത് ഇഷ്ടപ്പെട്ട ഹെയർ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറയണ പോലെ കിട്ടുമെന്നുള്ളത് പറയണ പോലെ കിട്ടി. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആൻഡ് അതിൻ്റെ ഐ ലുക്കിൽ ഞാൻ ഹാപ്പിയാണ്. ഐ ലുക്ക് അവരാണ് ചെയ്തു തന്നത്. ഒരു പിങ്ക് സ്മോക്കി, കുറച്ച് ഗ്ലിറ്റർ കൊടുത്തിട്ടൊരു പിങ്ക് സ്മോക്കി ഐസ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ആൻഡ് ഓൾ ഓർണമെന്റ്സ് ഫ്രം ഗോൾഡൻ കപ്പ്. ഇനി നമുക്കൊരു ദുപ്പട്ടയും കൂടെ ഉണ്ട്. ആ ദുപ്പട്ടയും കൂടെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം നമുക്ക്. എന്നിട്ട് ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആൻഡ് ദ ഹോൾ ഔട്ട്ഫിറ്റ് ഫ്രം മിന്നാരം പൊട്ടിയേക്കാണ്. ട്രിവാൻഡ്രത്ത് പട്ടത്തുള്ള ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ബീഡ്സും ക്രിസ്റ്റൽസും സ്റ്റോൺസ് കൊണ്ടിട്ട് ഫുൾ ഹാൻഡ് വർക്ക്. ആൻഡ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 അരയിനങ്ങൾ വരുന്നുണ്ട് എന്നെ അപ്പുനെ റെപ്രസെന്റ് ചെയ്തിട്ട്. സോ പിന്നെ കുറച്ച് ഹൈലൈറ്റ്സ് ആൻഡ് ടോക്കൈസ്, കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ബ്ലൗസ് ആൻഡ് മെർമൈഡ് സ്കേർട്ട് വന്നിട്ട് ഒരു അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പം നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ തരന്നെ ഇങ്ങനെ നടക്കാം. ഹെയർ ഇതാണ് ഹോളിവുഡ് വേവ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരൂ. സൂര്യയും നയനയാണ് എനിക്ക് ഹോൾ ലുക്ക്. നമ്മുടെ ഈ ഒരു ഹെയറും എനിക്ക് ഐ മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നവരാണ്. എടാ നന്നായിട്ടുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മുഖമൊക്കെ ഇപ്പോഴേ മാറി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷം വന്നുണ്ട് ഇത് കണ്ടിട്ട്. പിന്നെ കറക്റ്റ് ഞാനൊരു റെഫറൻസ് ഫോട്ടോ എടുത്ത് അപ്പം എനിക്ക് കറക്റ്റ് സ്ലീക്കായിട്ട് എടുത്തിട്ട് നല്ല വേവ്സ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ ഒരുങ്ങിയിട്ട് നേരെ റിസപ്ഷൻ സ്ഥലത്തോട്ട് പോവാണ്. രാജിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ. ചുള്ളിമാനും രാജിൽ വെച്ചിട്ട് അങ്ങനെ ഞാനും അപ്പുവും മെർവിനും നമ്മളെ അക്കുവും ഉബിനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹായ് പ്രതീക്ഷിക്കണടാ, നടുക്കിരിക്കണ്ട ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും കൂടെ പോവാണ്. ആൻഡ് ഗായ്സ്,
സത്യം പറയല്ല ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ രണ്ടുപേരും. മെയിൻ ആയിട്ടുള്ള ദിവസം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഡേയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒരുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധനം കിട്ടുമ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഓൾറെഡി ഫേസ് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഏതെങ്കിലും ഒരു ഇതിന് ഫേസ് വെഡ്ഡിങ് ഓർ റിസപ്ഷൻ ഏതെങ്കിലും ഒന്നിന് എനിക്ക് ഞാൻ തന്നെ ലുക്ക് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐ മേക്കപ്പ് ഞാൻ വളരെ സട്ടിലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ച് കിടിലോ അല്ലേ, കുറച്ച് അധികം കിടിലോ അല്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് കണ്ണ് കുറച്ച് നന്നായിട്ട് ചെയ്തേ. ഞാൻ അടിപൊളിയായിട്ട് കണ്ണ് ചെയ്ത്. ആൻഡ് ഞാനല്ല എനിക്ക് സൂര്യയും നയനയും കൂടെ എനിക്ക് നന്നായിട്ട് കണ്ണ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഹെയർ അടിപൊളിയായിട്ട് ചെയ്തു തന്നെ. എനിക്ക് ബോളിവുഡ് വേവ്സ് ആണ് ചെയ്തത് ഹെയറിൽ ചെയ്ത് തന്നിട്ട്. അത്യാവശ്യം കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് ഹെയറിൽ. കുറച്ച് ലുക്ക് കുറച്ച് നമ്മൾ ഇതാക്കി നന്നായിട്ട് ചെയ്ത്. ആൻഡ് ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ എന്ന് എനിക്കറിയാം. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇത് സിമ്പിൾ ആയിരിക്കണമെന്നില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുന്നതാണ്. എനിക്കൊരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്താൽ ഇതിനേക്കാളും ഹെവി ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ്. പിന്നെ അപ്പൂന് ഒരുക്കാൻ വന്ന ചേട്ടൻ ഞാൻ എടുത്ത് പറയാണ്. ആദ്യം നിന്നാണ് പുള്ളിയുടെ പേര്. എന്ത് അടിപൊളിയായിട്ട് ഒരുക്കിയെന്ന് അറിയോ അല്ലേ, സൂപ്പറായിട്ട് ഒരുക്കി. ഞാൻ നോക്കിയപ്പോ ഇംപ്രസ്ഡ് ആയി അപ്പൂട്ടെ. കാരണം ചെന്നോടനെ ടേബിളിൽ പുള്ളിയുടെ പ്രോഡക്ട്സ് ഒക്കെ നോക്കിയപ്പോൾ ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഇല്ല. പുള്ളി YSL ബ്ലഷും ഐഷാഡോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറേ ഫൗണ്ടേഷൻ, കുറേ സാധനമുണ്ട്. പുള്ളി ഭയങ്കര പാഷനേറ്റായിട്ട് ചെയ്യുമല്ല, നമ്മൾ ഭയങ്കര പ്രേമം ഇതിൻ്റെ അകത്ത്. അത്ര രീതിക്കാണ് പുള്ളി ആ മേക്കപ്പ് ചെയ്തത്. എനിക്കത് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായിക്കോളൂ. പുള്ളി വന്ന് പ്രോഡക്റ്റ് വയ്ക്കുന്ന പുള്ളിയുടെ ഓരോ പ്രോഡക്റ്റും ഭയങ്കര ക്ലീൻ, ബ്രഷ് ഉൾപ്പെടെ എല്ലാം അടിപൊളി. വന്നോടനെ അപ്പൂനും ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് സ്കിൻ അടിപൊളിയായിട്ട് ഹൈഡ്രേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓവർ ഹൈഡ്രേറ്റഡ് ആയി പോവാണെന്നുണ്ടെങ്കിൽ ലുക്ക് മാറുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നേ. പക്ഷെ ഓവർ ഹൈഡ്രേറ്റ് ഒന്നും അല്ലാതെ അടിപൊളിയായിട്ട് ചെയ്ത്. അതും ഭയങ്കര ലക്ഷറി മേക്കപ്പ് ആയിരുന്നല്ലേ ഇത്. സത്യം ഭയങ്കര കിടിലായിരുന്നു. പിന്നെ ഹെയർ ചെയ്ത് പിന്നെ പുള്ളി പാട്ടൊക്കെ ഇട്ടാണ് മേക്കപ്പ് ചെയ്യണം. ക്യാൻഡിൽ കത്തിച്ചു വെച്ചാൽ ഞാൻ കണ്ടില്ല മുന്നേ തന്നെ. മറ്റേ സെന്റഡ് ക്യാൻഡില്. പുള്ളി ഭയങ്കര ഒതന്റിക്. നിങ്ങളൊരു ഗ്രൂം മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുക്കാൻ തപ്പിയാണെങ്കിൽ നിങ്ങൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു. ഭയങ്കര ബെസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ സ്കിൻ ലൈക്ക് ഫിനിഷ് ഞങ്ങൾക്ക് വേണം, സ്കിന്ന് പോലെ ഇരിക്കണം. ആൻഡ് ഹെയർ വളരെ ഭയങ്കര ഓയിലി ആക്കാതെ, എന്തോന്നും ഒരുപാട് സെറ്റിങ്സ് ഷൈനി സ്പ്രേയും വാരി അടിക്കാതെ വളരെ നമുക്ക് നാച്ചുറൽ വോളിയത്തിൽ കറക്റ്റ് നാച്ചുറലായിട്ട് ഹെയർ സെറ്റ് ചെയ്യുന്നത്. അത്ര അടിപൊളിയായിരുന്നു. സോ അപ്പം ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് മേക്കപ്പിലും എല്ലാത്തിലും. അപ്പം ഞങ്ങളിത് ഓണ്ട് വേണം. ഒന്നെങ്കിൽ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോവും, ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിൽ പോകും. ഞങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഓഡിറ്റോറിയത്തിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. സോ നമുക്ക് നോക്കാം. കൊള്ളാമോ ചേട്ടാ? മെർമെയ്ഡ് ആണല്ലേ? കൊള്ളാമോ? ഫുൾ ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്കാണ്. അടിപൊളി, ഭയങ്കര രസമുണ്ട്. നേരത്തെ വീഡിയോ ഇട്ടല്ലേ? ഓൺലൈൻ അവരെനിക്ക് മുന്നേ എന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്ന്. അപ്പൊ ഞാൻ അവർക്ക് മുന്നേ ഞാനന്ന്. സ്ട്രാറ്റജിയാണ് നമ്മുടെ മെയിൻ. അപ്പു ഷോളൊക്കെ എടുക്കണേ ഉള്ളൂ. ഷോളൊക്കെ എടുക്കണം. കൊള്ളാമോ? കൊള്ളാം. താങ്ക് യു. എന്നാടാ മൈക്ക് അങ്ങോട്ട്? കൊള്ളാം. പഴയ കാലത്തിലെ മറ്റേ സിനിമയിലൊക്കെ ഉള്ളവര് ഷോക്കൊക്കെ പോകുമല്ലോ. പിന്നെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. വ്യത്യസ്തമായ ഒരു കറയും കാണിച്ചു പറഞ്ഞ അവന്റെ ചെരുപ്പിൽ വരെ ഉണ്ട് സുഹൃത്തുക്കളെ. എന്തോ നിങ്ങൾക്ക് എങ്ങനെ? കൊള്ളാമോ? കൊള്ളാം. സന്തോഷം. സന്തോഷം. കൊള്ളാം. ഓ അവരുടെ ക്യാമറ ഉണ്ട്, അവരെ ഒന്ന് അലോ ചെയ്യണേ. അമ്മയെ കണ്ട അമ്മ സുന്ദരിയാണോ? അപ്പൊ എന്റെ അമ്മ സുന്ദരിയാണോ? എന്റെ സ്വർഗ സുന്ദരിയാണേ, ഗർഭിണിയാ.
മുടി അവരെയല്ല എല്ലാം സെറ്റ്. ചേച്ചി ഹോളിവുഡ് ബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ചെയ്തെന്ന് ചേച്ചി. കൊള്ളാമോ? 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 താങ്ക്സ് തന്നെ. എടാ ഇതും മിന്നാരം പൊട്ടിക്കിന്നാണ്. മാളിന്റെ ഡ്രസ്സ് സെയിം. എനിക്കും അപ്പൂനും മാളൂനും സെയിം പൊട്ടിക്കിന്നാണ്. എന്തെടുത്ത് കൊള്ളാം. കൊള്ളാം മാളിൻ്റെതും നൈസ് ആയിട്ടില്ലേ? എന്റെ പൊന്നു സൂപ്പറാണ്. എന്റെ പൊന്നു സൂപ്പറാണ്. എവിടെ ഇവിടത്തെ ബഹളം കഴിഞ്ഞ് നമ്മൾ ഇപ്പം പോകും. ഞാൻ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ എനിക്കുള്ള അവസരം കിട്ടിയില്ല. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ ഗൈസ്. ഇതുകൊണ്ട് ഇനി തൊങ്ങലൊക്കെ പൊക്കി വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പോയിട്ട് വരാം. എന്റെ നോക്കി നിങ്ങളെ മോള് ഞാൻ കൊള്ളാമോ? മേക്കപ്പ് ഞാനാ ചെയ്ത്. നമ്മളെ ഔട്ട്ഫിറ്റ് സൂപ്പർ അല്ലേ? എന്തിലും പറഞ്ഞിട്ട് സന്തോഷായിട്ടൊന്നില്ലേ? എനിക്ക് പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മള് നീറ്റ് നല്ല ഉഷാറായിട്ടൊന്നില്ല. നീ തന്നെ കൊള്ളാമോ അമ്മ? ഗൈസ് എന്റെ അമ്മയെ നോക്കൂ. അമല് വന്നേക്കണം. അമലേ വരണം. ഞാൻ കണ്ടില്ല. ഒരു പുക മയൊക്കെ ഞാൻ കാണുന്നു. എങ്ങനെയാണ്? സെറ്റ് അല്ലേ? എല്ലാം പറയണ്ടല്ലോ. ഇവന്റ് ആണേ നമ്മളാ നമ്മുടെ MC ഗൈസ്. നമ്മുടെ കാറ്ററിംഗ് ആണ് അബി. ഞങ്ങളുടെ ഹോൾ ഫാമിലി കാറ്ററിംഗ് ആണ്. കാറ്ററിംഗ് മാത്രമല്ല, എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ്. എങ്ങനെയാ? കണ്ടാടാ നീ കയറി? ഫുഡൊക്കെ സെറ്റ് അല്ലേ? കുളിക്കാൻ നമുക്ക്. അമ്മ അന്ന് വരാൻ പറ്റിയില്ല. മൈലാഞ്ചി ഇട്ട് ഫുള്ള് മൈലാഞ്ചിൽ പൊഞ്ഞ് വെച്ചേക്കാണ് 8 മണിക്കൂർ. ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പിയമ്മയെന്ന് പറഞ്ഞിട്ട് അറിയാലോ. ഇവളുടെ പേര് ഓംപ്രിയ. സുഖല്ലേ? അകത്തോട്ടിരി അമ്മ. ഓ എന്തൊക്കെ വിശേഷം? സെറ്റല്ലേ? നിന്റെ ഒക്കെ മാപ്പിളമാര് കൊള്ളാമോ? കൊള്ളാമോ? അതുകൊണ്ട് കേട്ട് അങ്ങനെ ഇപ്പൊ ഔട്ട്ഫിറ്റ് അവര് കൊണ്ടുപോണ്ടാന്ന് വിചാരിച്ച്. ഓ അവര് ഉണ്ടാ എടി അകത്തോട്ട് കയറുതാണ്ട് ഇപ്പൊ എന്ത് കിടത്താൻ പോണം. ഓക്കെ പോണം. എങ്ങനെയുണ്ട് അമ്മേരെ സാരി? എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് പിന്നെ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. അറിയാം. ചേച്ചി അങ്ങോട്ട് വരണം. എനിക്കൊരു അനുഗ്രഹം വേണം. ഞാൻ വാങ്ങിച്ചില്ല അനുഗ്രഹം. അനുഗ്രഹിച്ചു. സന്തോഷായി എനിക്ക് വന്നതിൽ ഇത്ര നേരത്തെ വന്ന്. കൂടെ സന്തോഷായി. കൊള്ളാമോ? ഭയങ്കര സന്തോഷായി വന്നല്ല. താങ്ക് യു സോ മച്ച്. ഫോട്ടോ എടുത്തിട്ട് ഓക്കെ. ഫോട്ടോ എടുത്ത് അടിപൊളിയായിട്ട് നിന്ന്. ചേട്ടാ എല്ലാം കഴിഞ്ഞിട്ടേ പോവാവേ. നല്ല മെലിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വരട്ടെ. ചേച്ചി ഫ്രണ്ടിലോട്ട് പോയിരിക്കാം. എങ്ങനെയുണ്ട്? ഇവര് മറന്നുപോയോ ചേട്ടൻ? മറന്നുപോ. ഇവരെ കോസ്റ്റ്യൂം മാറിയപ്പോഴേക്കും ആലോചിച്ച് നോക്ക്. ആ ചേട്ടൻ ആലോചിച്ചു. ആ ചേട്ടനെ കിട്ടുമ്പോ മനസ്സിലാവുമായിരിക്കും. പൊന്നിപ്പുറത്ത് ഞാൻ ഇവിടെ. Of course, a new beginning. That's the grand day celebration of all of the Lord Kirna and Vishnu. ഇന്ന് അവരുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേരാനായിട്ട് പോവാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവി വിഷ്ണു.
ഒരുപാട് വട്ടം വിശ്വസിച്ച ആവശ്യമില്ല once again congratulations because നമ്മൾ 1-2 പ്രോഗ്രാമൊക്കെ മീറ്റ് ചെയ്തെങ്കിലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നിങ്ങൾ ഒഫീഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫായി പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? അത് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഗംഗയ്ക്കും വിഷ്ണുവിനും വേണ്ടിയിട്ട് ഇന്നത്തെ ഇവരുടെ ഒരു ഗ്രാൻഡ് ഡേയുടെ ഭാഗമാകാൻ എല്ലാവരെയും once again in their presence let me welcome you all to this very very special, the tremendous and the vibrant occasion. That's the grand day celebration of honor for the Lord Kinna and Vishnu. ഇവരുടെ രണ്ടുപേർക്കും വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് നിങ്ങൾ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. At the same time അവരുടെ കയ്യിൽ സമ്മാനിക്കാനായിട്ട് please ഞാൻ happy married life wishes to the couple. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് wishing a very very happy married life. എല്ലാവരുടെ നന്മകളും നേരുന്നുണ്ട്. എന്റെ നമുക്ക് സംസാരിച്ചില്ല അതിനുള്ളൊന്നും സംസാരിക്കണമല്ലോ. എങ്ങനെ സംസാരിക്കാൻ പറ്റും? കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും സംസാരിക്കാം. അപ്പൊ നമുക്ക് ഈ കുറെ അധികം പ്ലാൻസ് ഉണ്ട്. ബിക്കോസ് എനിക്ക് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. മൂവിംഗ് ഫോർവേഡ് നമുക്ക് പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. റൈറ്റ് നൗ നമുക്ക് ഓൺ സ്റ്റേജില് as a part of the celebration നമ്മുടെ വേണ്ടി കേക്ക് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. വിഷ്ണു വന്നതുപോലെ തന്നെ സ്റ്റേജിലേക്ക് വരാം. ബിക്കോസ് ഇത് നിങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തത് പിന്നെ ഗ്രാൻഡ് ഡേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ്ലി ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും അധികം സ്നേഹത്തോടെ ഗംഗയുടെ ഫാമിലിയാണ്. ഗംഗയുടെ അമ്മ സദ്യ, അതുപോലെ തന്നെ സിസ്റ്റർ ഗൗരി ആൻഡ് ഓൾസോ ഗംഗയുടെ മാമി മായ, അതുപോലെ അക്കു അബി. ഇവരെ 4 പേരും ഒന്നിച്ച് നമ്മുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. യൂസിംഗ് ദ സെന്റർ പാർട്ടിനെ ദയവായിട്ട് വേദിയിലേക്ക് കടന്നു വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധ. ഒരിക്കൽ കൂടി നമ്മുടെ എൻട്രൻസിന്റെ സൈഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരുടെ കയ്യിൽ ഫ്രീ ആണെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നല്ലൊരു കയ്യിൽ സമ്മാനിച്ചു. ഫാമിലി കംപ്ലീറ്റ് ആയിട്ടല്ല, ഇനി നമ്മുടെ ഫാമിലിക്ക് മാത്രം നൽകുകയാണ്. അപ്പൊ ഫസ്റ്റ് ഗംഗ ഫ്രണ്ടിലേക്ക് വന്ന് വിഷ്ണുവിന്റെ സിസ്റ്ററിനും മധുരം നൽകും. ഇതാണ് ഗംഗയുടെ പുതിയ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ നമുക്ക് പുതിയ ഫാമിലിയുടെ മധുരം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ?
സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയും അടിപൊളിയാക്കി തന്നതിന് നമ്മുടെ രണ്ടുപേരും ഔട്ട്ഫിറ്റ് ഒരു കാരണമാണ്. സോ ഔട്ട്ഫിറ്റ് ചെയ്തത് ചേച്ചിയാണ്, മിന്നാരം പൊട്ടിക്ക്. ചേച്ചി ഹാപ്പിയായ? ചേച്ചി എല്ലാവരും പറഞ്ഞു ചേച്ചി അടിപൊളിയായിട്ടുണ്ടെന്ന്. എല്ലാവരും വന്നവരും പോയവരും എല്ലാവരും പറഞ്ഞു അടിപൊളി ഡ്രസ്സ്. ഇങ്ങനെ എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ര സൂപ്പർ എന്ന് പറഞ്ഞു. ചേച്ചി ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് എൻഗേജ്മെന്റ് നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്ന് ചേച്ചി വിശ്വാസമാണ്. താങ്ക് യു സോ മച്ച്. ഇമോഷണലായ താങ്ക്സ് ചേച്ചി. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. സോ ഗൈസ്, നമ്മൾ ഈ പരിപാടിയോടുകൂടി നമ്മളെ കല്യാണ പരിപാടികൾ അങ്ങ് നിർത്തുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റിസപ്ഷൻ? ഞാനും ഭയങ്കര ഹാപ്പിയാണ്. എന്റെ സൗണ്ട് ഒക്കെ പോയി. പാറപ്പുറത്ത് ചിരട്ടിട്ട് ഒരച്ച സൗണ്ടായി എനിക്കിപ്പം. ഹാപ്പിയാണോ? സോ ഗൈസ്,
ഗൈസ് താങ്ക് യു സോ മച്ച് ഇത്രയും അടിപൊളിയായിട്ട് പരിപാടി കളറാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഓക്കെ താങ്ക് യു. സോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.